അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ നാം കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. എത്രയെത്ര പ്രാവശ്യം നാം ഈ വചനം വായിച്ചിട്ടുണ്ട്. എന്തെല്ലാം സന്ദേശങ്ങൾ ഈ വചനത്തിൽ കൂടെ കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഏതെല്ലാം രീതിയിൽ നമ്മുടെ വഴികൾക്ക് അനുഗ്രഹമായി നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ടാകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ എബ്രായ സഭയോട് ഈ വചനത്തെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ താൻ പറയുന്നതായ വാക്ക് അതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നതായ സന്ദേശത്തിൻ്റെ ആരംഭം അതുകൊണ്ട്. എന്താണ് ഈ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ? ഏതുകൊണ്ടെന്നൊരു ചോദ്യം നമ്മുടെ മുൻപിൽ വരുന്നില്ലേ? ഏതുകൊണ്ടാണ്? അതിന് തൊട്ടു മുമ്പുള്ളതായ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയോട് പറയുകയാണ്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ സന്മനസ്സുള്ളതായ ഒരു പുരോഹിതനെ ദൈവം നമുക്കായിട്ട് ഒരുക്കി തന്നിട്ടുള്ളതിനാൽ, പ്രൈസ് ദി ലോർഡ്, വെറുതെ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുകയല്ല, കരുണ പകരണമേ എന്ന് പറയുകയല്ല. ആ പുരോഹിതൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ പുരോഹിതൻ ആരാണെന്ന് തിരിച്ചറിയുക. ഒരു പക്ഷി നമ്മുടെ മുൻപിൽ പറന്നുയരുവാൻ ശക്തിയില്ലാതെ, ബലമില്ലാതെ, ചിറകിൽ മുറിവേറ്റവരായി നമ്മുടെ മുൻപിൽ കിടന്ന് പടപട്ടം തല്ലുന്നത് കണ്ടാൽ, മനസ്സലിവുള്ള ഒരു വ്യക്തി കണ്ടാൽ ഓടിച്ചെന്ന് അതിനെ പറക്കാൻ സഹായിക്കും. ഏതെങ്കിലും രീതിയിൽ അതിനെ പറത്തി വിടുവാൻ വേണ്ട സഹായം ചെയ്യും. ഒരു നായ്ക്കുട്ടി നമ്മുടെ മുൻപിൽ നടന്നു പോകുവാൻ കഴിവില്ലാതെ കാലിലോ കയ്യിലോ മുറിവേറ്റ് ഒരു വശത്ത് കിടന്ന് കരയുന്ന കരച്ചിൽ കണ്ടാൽ മനസ്സലിവുള്ള വ്യക്തി ഓടിച്ചെന്ന് അതിനെ സഹായിക്കും. എങ്ങനെയെങ്കിലും നടന്നു പോകുവാനുള്ളതായ ഒരു ഉപകാരം അതിന് ചെയ്യും. ഒരു മനുഷ്യൻ മുറിവേറ്റവനായി വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടവനായി കിടക്കുന്നത് കണ്ടാൽ മനസ്സലിവുള്ള വ്യക്തി ഓടിച്ചെന്നവനെ പെട്ടെന്ന് താങ്ങി എഴുന്നേറ്റ് ആശുപത്രിയിലോ മറ്റ് ശുശ്രൂഷാ കേന്ദ്രങ്ങളിലോ എത്തിക്കുവാനുള്ളത് ക്രമീകരണം ചെയ്യും. അതാണ് മനസ്സലിവ്. നമ്മൾ കർത്താവിനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. നമ്മുടെ ബലഹീനതകൾ കൊണ്ട് നമ്മളത് ചെയ്തു. നമ്മൾ ദൈവത്തെ ഒരുപാട് ദുഃഖിപ്പിച്ചു. നമ്മുടെ ബലഹീനത കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞില്ല. അതിൽ നിന്നൊരു രക്ഷ പ്രാപിക്കുവാൻ എങ്ങനെയെങ്കിലും ആ തെറ്റുകളിൽ നിന്ന് നമുക്ക് റിക്കവറി, നമ്മൾ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും താങ്ങി എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിവില്ലാതെ അവശരായി കിടക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വന്ന മനസ്താപമുള്ള ഒരു പുരോഹിതൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ. അതിനുശേഷം പറയാണ്, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാൻ. 1 ലഭിക്കുവാൻ, 2 പ്രാപിക്കുവാൻ. ലഭിക്കുന്നത് സൗജന്യമായി. എങ്ങനെ? നമ്മുടെ കുറവുകൾ ഓർക്കാതെ, നമ്മുടെ വീഴ്ചകൾ ഓർക്കാതെ, നമ്മുടെ പാപങ്ങൾ ഓർക്കാതെ, നമ്മുടെ ബലഹീനതകൾ ഓർക്കാതെ, നമ്മോട് ആർദ്രതയുള്ളവനായി, മനസ്സലിവുള്ളവനായി നമ്മോട് കരുണ കാണിക്കുന്നു. ആ കരുണ ലഭിക്കുവാൻ വേണ്ടി നാം കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കുറവുകളെ സമ്മതിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകണം. തെറ്റുപറ്റിപ്പോയി കർത്താവേ, പലപ്പോഴും എഴുന്നേറ്റ് നടക്കുവാൻ ഞാൻ പരിശ്രമിച്ചു, പറ്റുന്നില്ല. മുറിവാണ്, വേദനയാണ്. എൻ്റെ കാലുകൾക്ക് ബലമില്ലാതെ, കരങ്ങൾക്ക് ബലമില്ലാതെ, എൻ്റെ നാവിന് ബലമില്ലാതെ, എൻ്റെ ശരീരത്തിന് ബലമില്ലാതെ, എൻ്റെ മനസ്സിന് ബലമില്ലാതെ, ആത്മാവിന് ബലമില്ലാതെ എന്നെ വീണ്ടും തളർത്തിക്കളയുന്ന ആത്മാവിൻ്റെ അടിമയായി ഞാൻ പലപ്പോഴും തീർന്നുപോയി കർത്താവേ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യമായി കരുണ. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷെങ്കിൽ നമ്മൾ പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. നോക്കൂ, ദൈവത്തിൻ്റെ സ്വർഗത്തിലെ അവസ്ഥയെ നോക്കിയാൽ നമ്മൾ പാടിയില്ലെങ്കിലും സ്തുതിച്ചില്ലെങ്കിലും 1000 ദൂത സഹസ്രങ്ങൾ നിന്നുകൊണ്ട് അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, അവൻ ഉയരത്തിൽ സ്തുതി, അവൻ്റെ നാമം ഉയർത്തപ്പെട്ടത്
അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കോടാനുകോടി ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്തുതിച്ചില്ലേലും പാടിയില്ലേലും ദൈവത്തിന് വിഷമമൊന്നുമില്ല. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ മനസ്താപമുള്ളൊരു ഹൃദയം, സങ്കടപ്പെടുന്ന ഒരു ഹൃദയം, തെറ്റുപറ്റിപ്പോയി ബലഹീനതകളെ സമ്മതിക്കുന്ന ഒരു ഹൃദയം, ആ ഹൃദയത്തിന്മേൽ കരുണ കാണിക്കുവാൻ പ്രത്യേകമായി നിയമിക്കപ്പെട്ട ഒരു പുരോഹിതൻ. ആ പുരോഹിതനുമായിട്ടുള്ളതായ ബന്ധം നമ്മെ വേറൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കരുണ ലഭിക്കുവാനും അടുത്തത് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാൻ. ലഭിക്കുന്നത് സൗജന്യം, പ്രാപിക്കുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നാം കൈവരിക്കുന്ന നേട്ടങ്ങൾ, അതാണ് പ്രാപിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നതായ വലിയൊരു നേട്ടമാണത്, ഒരു വലിയ അനുഭവമാണ്. അതെന്താണ് ഈ തൽസമയത്ത് സഹായത്തിനായിട്ടുള്ള കൃപ? നമ്മൾ ഒരു വസ്തുവോ ഒരു പൊരുളോ ഒരു വാഹനമോ വീടോ എന്തെങ്കിലും ഒക്കെ വാങ്ങുവാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അഡ്വാൻസായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സമ്പത്ത് കരുതും. നമ്മുടെ കയ്യിൽ വേണ്ടത്രതായ സമ്പത്തില്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കും, ഇല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ നിന്ന് നമ്മൾ കടം വാങ്ങിക്കും, വായ്പ വാങ്ങും, ഇല്ലെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് ആ ഉടയവനോട് പറയും ഞാൻ പിന്നെ തരാമെന്നൊക്കെ അവധി പറയും. എന്നാൽ ഇവിടെ വരുന്ന ഉടനെ വേറൊരു സംഭവത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, തൽസമയത്ത് നിനക്കാവശ്യമുള്ളത് ആ സ്പോട്ടിൽ മാത്രം വിളമ്പുന്ന ഒരു സംഭവം. അതിനു മുമ്പ് നിന്റെ കയ്യിൽ ഒന്നും തരത്തില്ല. വെറും കൈയോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ആ തക്ക സമയത്ത് മാത്രം വിളമ്പുന്ന ഓഹരി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുറവുകളെയും താഴ്ചകളെയും വീഴ്ചകളെയും ഏറ്റുപറയുമ്പോൾ നമുക്ക് കരുണ ലഭിക്കുന്നത് സൗജന്യമായി. എന്നാൽ അടുത്തപടി അങ്ങനെ സൗജന്യമായി കരുണ ലഭിച്ച വ്യക്തികളിൽ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചാ മർമ്മം ഇത് അവശേഷിക്കുന്നു. അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, തൽസമയത്ത് കൃപ സഹായത്തിനായിട്ടുള്ള കൃപ, അഡ്വാൻസായിട്ട് ഒന്നും തരാത്ത കൃപ. മുൻകൂട്ടി നമ്മുടെ കയ്യിൽ ഒന്നും തരാതെ വെറും കൈയായി അവൻ്റെ കൃപാസനത്തിൽ വരുന്നവരോട് കർത്താവ് കാണിക്കുന്നതായ കൃപ എന്താണെന്നറിയാമോ? ആ സമയത്ത് മാത്രം. നമ്മൾ പലപ്പോഴും അഡ്വാൻസായിട്ട് ദൈവത്തിൽ നിന്ന് പലതും ആവശ്യപ്പെടുന്നു, പലതും വാങ്ങുവാൻ പണം അഡ്വാൻസായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരണമായി നമ്മൾ വലിയ വലിയ തുകകൾ കണക്ക് കൂട്ടി ദൈവത്തോട് പറയുന്നു. സ്വർഗം കാണാതെയും കാണാതിരിക്കാനും പലപ്പോഴും നമ്മുടെ മുൻപിൽ പരിശ്രമിക്കുന്നു. കുണ്ഠിതരായി ദൈവത്തോട് ദേഷ്യപ്പെടുന്നു, മനുഷ്യരോട് ദേഷ്യപ്പെടുന്നു, കുബുദ്ധികൾ അന്വേഷിക്കുന്നു, കുറുക്കുവഴികൾ അന്വേഷിക്കുന്നു. കാരണം തൽസമയത്ത് ലഭിക്കുന്ന കൃപയെക്കുറിച്ച് ദർശനമില്ല. തൽസമയത്ത് മാത്രം വിളമ്പുന്നതായ ആഹാരത്തെക്കുറിച്ചുള്ളതായ ദർശനം നഷ്ടപ്പെട്ടു പോയി. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരും. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ സകലതും സൃഷ്ടിതമായി തീരുന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് നാം പ്രവേശിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം. ആരാധനയിലും പാട്ടിലും പ്രാർത്ഥനയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന അനുഭവമല്ലിത്. അങ്ങേപ്പുറം നമ്മുടെ ജീവിതത്തിൽ രണ്ട് അനുഭവം, രണ്ട് പകുതി. ഒന്ന് നമുക്ക് ലഭിക്കുന്നത്, രണ്ട് നമ്മൾ പ്രാപിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യന് കടന്നു വരണമെന്നാണ് കർത്താവിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നാം എപ്പോഴും കരയുന്നവരായിട്ടല്ല, നാം എപ്പോഴും ശിശുക്കളെ പോലെയാകുന്നവരായിട്ടല്ല. അല്പം കൂടെ എന്താണെന്നറിയാമോ? തൽസമയത്ത് മാത്രം യഹോവ കരുതിക്കൊള്ളും. അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിച്ചു, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എല്ലാമുണ്ട്, പക്ഷെങ്കിൽ യാഗവസ്തു എവിടെ? അവനിൽ ആ ദർശനമില്ല. പക്ഷെങ്കിൽ ദൈവത്തോട് സംസാരിച്ച കരുണ പ്രാപിച്ചതായ അബ്രഹാമിൽ ആ ദർശനമുണ്ട്. അബ്രഹാം മകനോട് പറയാണ്, മോനെ യഹോവ കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. ആ വാക്കിൻ്റെ അർത്ഥം ഇസ്ഹാക്കിന് മനസ്സിലായില്ല.
ദൈവം കരുതിക്കൊള്ളും. അപ്പൻ എന്താണ് ഈ പറയുന്നത്? ദൈവം കരുതിക്കൊള്ളുമെന്നോ? കരുതിക്കൊള്ളും. അബ്രഹാം വീണ്ടും വീണ്ടും അവനോട് ഉച്ചരിച്ചതിൻ്റെ വിശകലനത്തിലേക്ക് പോയില്ല. ദൈവം തന്നെ അവനെ മനസ്സിലാക്കുവാൻ തക്കണം അവരുടെ ഹൃദയത്തെ ദൈവം വശീകരിച്ചു. ദൈവം കരുതിക്കൊള്ളും. യഹോവ ഈരേ. എപ്പോൾ? തൽസമയത്ത്, തക്ക സമയത്ത്. when in need, ആ ആവശ്യ സമയത്ത് മാത്രം നിന്റെ കയ്യിൽ പകരപ്പെടുന്നതായ റെഡി കാഷ്, സ്പോട്ട് മണി എന്നൊക്കെ അർത്ഥമാകുന്നില്ലേ? ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. അതിനു മുമ്പ് പലതും ദൈവം നിന്നോട് മറച്ചു വയ്ക്കും. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം മുൻപിൽ പലപ്പോഴും വെളിപ്പെടുത്തുകയില്ല. നിന്നെ ഒരന്ധനെ പോലെ, ഒരു പൊട്ടനെ പോലെ ദൈവം ലോകത്തിൽ വഴി നടത്തും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതും വരെയും അവൻ്റെ കൃപാസനത്തിൽ കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മൾ പ്രാപിക്കണം എന്ന് പൗലോസ് ഗൗരവമായി ആ എബ്രായ സഭയോട് പറയുകയാണ്. മുറിവേറ്റവനെ കണ്ട് ഒന്നും ഒരു വാക്ക് പോലും പറയാതെ, കണ്ടെന്നും കണ്ടില്ലെന്നും നടിച്ചുകൊണ്ട് അവർ അകന്നകന്ന് നടന്നുപോയ ചരിത്രം അതിനു മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഒരു ശമരിയക്കാരൻ വന്നു. അവൻ മനസ്സലിവുള്ളവനാണ്, അവൻ ദയയുള്ളവനാണ്, അവൻ മനസ്താപമുള്ളവനാണ്. ജനങ്ങളുടെ മേൽ കണ്ണുനീരിൽ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ ദൈവം, അവന് മനസ്സലിവിൻ്റെ ഹൃദയം ദൈവം കൊടുത്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് അയച്ചത്. അങ്ങനെ ഒരു പൗരോഹിത്യം നമുക്ക് പ്രാപിക്കാൻ നമ്മുടെ മുൻപിൽ കാണുവാനുള്ളതായ മഹാഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ കാണുന്നതായ കരുണയും ദൈവം കാണിക്കുന്നതായ മനസ്സലിവും ദയയും വിശ്വസ്തതയും ഓർത്ത് നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാകുമ്പോഴാണ് തൽസമയത്ത് പ്രാപിക്കുന്നതായ കൃപകളെയും സഹായത്തെയും കുറിച്ചുള്ളതായ ഒരു ദർശനം നമ്മുടെ മുൻപിൽ, നമ്മുടെ ഹൃദയത്തിൽ വാഴ്ച ആരംഭിക്കുന്നത്. ആ വാഴ്ചയാണ് നമ്മെ വിശ്വാസ ജീവിതത്തിൽ നടത്തുന്നത്. ആ വാഴ്ചയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നടത്തേണ്ടത്, നമ്മുടെ കുടുംബത്തെ നടത്തേണ്ടത്. ആ വാഴ്ചയോ ആ ദർശനമോ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കരയുന്നവരായിരിക്കും, ആവലാതിപ്പെടുന്നവരായിരിക്കും, സങ്കടപ്പെടുന്നവരായിരിക്കും. ദർശനമില്ലാതെ, നിശ്ചയമില്ലാതെ, ഒരു പ്രത്യാശയുമില്ലാത്തവരെ പോലെ നാം കണ്ണുനീർ തൂകുന്നവരായി തീരും. എന്നാൽ നമ്മളിൽ ആ പ്രത്യാശ കടന്നു വരുമ്പോൾ തത്സമയത്ത് ദൈവം തരുന്നതായ സഹായത്തിനുള്ള വരത്തെ കുറിച്ചുള്ളതായ ഒരു വലിയ ദർശനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അതേ നമ്മുടെ മനസ്സ് പ്രകാശിക്കുന്നു, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നു, നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു, അവനുമായിട്ട് സംസാരിക്കുവാൻ നമ്മുടെ ഹൃദയം വെമ്പുന്നു. അവനെ കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും എന്നുള്ളതായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത് വസിക്കുന്നതിനിടയായി തീരും. ആ വിശ്വാസം നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും തലമുറകളിലേക്കും വ്യാപിക്കുന്നു. വലിയ പ്രത്യാശയെ പ്രഭാതത്തിൽ ദൈവം നമുക്കായി പങ്കുവച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുന്നതിനുമായി ധൈര്യത്തോടെ നാം കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ഈ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ. God bless you.